നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോർജ് കത്തീഡ്രൽ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലാണ്. രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ടും രാഷ്ട്രീയ പ്രചരണത്തിനായിട്ടും ഒക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. വ്യാഴമാണ് അല്ലേ, പ്രാർത്ഥനയുടെ ദിവസമാണ്. രാഷ്ട്രീയ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. നല്ല അന്തരീക്ഷം കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ ഞാൻ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല. നമ്മൾ വലിയ ചൂട് ഇടുക്കിക്കാരുടെ ഒരു ഭാഗ്യമാണ് ഞങ്ങളുടെ ശാപം. കാരണം ചൂടാ, ഇറങ്ങാനേ പറ്റുന്നില്ല. വലിയ ചൂടാണ്. 32 ഡിഗ്രി 39 ഡിഗ്രിയാ. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് നല്ല ചൂടില്ല. നല്ല ചൂടില്ല. ഇക്കുറി തിരിച്ചു പിടിക്കുവോ യു ഡി എഫ്? തിരിച്ചു പിടിക്കാനുള്ള സാധനം കാണുന്നില്ല. എന്താ കാര്യം? റോഷിക്ക് തന്നെ ഒരു ചാൻസ് കൂടെ കാണുന്നുണ്ട്. ഒരു ചാൻസും കൂടിയോ? ഒരു പതിറ്റാണ്ട് കാലത്തെ വികസനങ്ങൾ, അതുകൊണ്ട് തന്നെ ആ വികസനങ്ങൾ എണ്ണി ഈ നാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒരു വട്ടം കൂടി LDF 3.0 ഉണ്ടാവും. കോൺഗ്രസിനെ തന്നെയാണ് നിർത്തിയത്. കേരള കോൺഗ്രസ് ജോസഫ് അല്ല ഇറങ്ങുന്നത്, റോയ് പൗലോസ് ആണ്, മുൻ DCC പ്രസിഡന്റ് ആണ്. അതെ, അത് തന്നെയാണ് പ്രശ്നം. ഈ നാട്ടിലെ 85% വനമാണെന്നും ഈ നാട് വാസയോഗ്യമല്ലാണെന്നും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ റോയ് കെ പൗലോസ്. ആണോ? അതെ. അതൊക്കെ തിരിച്ചടിയാവൂ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ആണോ? എന്താ അഭിപ്രായം? ഇലക്ഷൻ സമയമാകുമ്പോൾ പലരും മല കയറി ഇടുക്കിയിലേക്ക് വരും. പക്ഷേ ഇടുക്കിയിൽ റോഷി തന്നെ തുടർച്ചയായിട്ടുണ്ടാവും. ഇടുക്കി റോഷിയേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് LDFന്റെ ഒരു ആത്മവിശ്വാസം. ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ ആത്മവിശ്വാസം. ഒരു കുഞ്ഞിനിവിടെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ പെസഹായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി. അപ്പം കഴിച്ചോ? ഇല്ല അല്ലേ? എന്തുണ്ട് വിശേഷം? പെസഹയുടെ കഥ പറഞ്ഞു കൊടുക്കാം ഓപ്പറേഷകർക്ക്. അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്? 12 ശിശുമാരെ. അതൊക്കെ അറിയാം അല്ലേ? ഇതിൽ കാല് കഴുകുന്നുണ്ട് അല്ലേ? പെസഹാപ്പം കൊടുക്കുന്നുണ്ട്. പെസഹാപ്പം കഴിച്ചിട്ടുണ്ടോ? പെസഹാപ്പത്തിന് പുളിപ്പുണ്ടോ ഇല്ലയോ? പെസഹാപ്പത്തിന് പുളിപ്പില്ല, അതും അറിയാം. പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് അല്ലേ പെസഹാപ്പം. എടുക്കലാണ്. എന്താ പേര്? ഡീൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. വെരി ഗുഡ്. വെക്കേഷൻ ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയൊരു പരിപാടിയില്ല, വെറുതെ ഇങ്ങനെ നടക്കുക, കളിക്കുക അല്ലേ? ഏത് കളിയാണ് കളിക്കുക? ഫുട്ബോൾ. വെരി ഗുഡ്. ഓക്കെ, ഉഷാറാക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ? മണ്ഡലം തിരിച്ചു പിടിക്കുമോ? തീർച്ചയായിട്ടും. റോയ് പൗലോസിനെ ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കൈപ്പത്തി ജനങ്ങൾ ആവേശത്തിലാണ്. ഏകദേശം ഒരു 15,000-10,000 കോടിന്റെ ഭൂരിപക്ഷത്തില് ഇന്ന് UDF ഭയങ്കര ആഘോഷം. പിന്നെ വീഴ്ചയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തെ വീഴ്ത്താൻ കാരണം. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന്